ഹായ് ഫ്രണ്ട്സ്, ജാനി നേനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വീട്ടിൽ ഇരുന്ന് ബോർ അടിച്ചപ്പോൾ ഞങ്ങൾ കരുതി റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയിട്ട് വരാമെന്ന്. അങ്ങനെ ഞാനും അല്ലിയും പിള്ളേരും കൂടെ അങ്ങോട്ട് പോകാൻ ഇറങ്ങാണ്. അടുത്തതിന് എല്ലാവരുടെയും വീട്, അതുകൊണ്ട് നമുക്ക് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. ഞങ്ങൾ ആദ്യം പോകുന്നത് അപ്പച്ചിയുടെ വീട്ടിലേക്കാണ്. പോകുന്ന വഴിക്ക് റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ പറിച്ച് തുളസിച്ചാണ് വാവ് പോകുന്നത്. റോഡിലൂടെയുള്ള ഓട്ടം കാണുമ്പം ചെറിയൊരു പേടിയും ഉണ്ട്, എങ്ങാനും മറിഞ്ഞ് വീഴുമെന്ന്. അപ്പച്ചിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ ജാനിമോളും അപ്പച്ചിയുടെ ഫോണും മിഹാന്റെ സ്റ്റഡി ടേബിളും കൈക്കലാക്കി. പിള്ളേരെല്ലാവരും കൂടി കഴിഞ്ഞാൽ പിന്നെ അടിയും പിടിയും വഴക്കുമാണല്ലോ. അപ്പം ഇങ്ങനെ ഓരോ സൈഡിൽ ഓരോരുത്തർ ഇരിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കുറച്ചു നേരമൊക്കെ നിൽക്കാൻ പറ്റി. ഞങ്ങൾ ചെന്ന സമയത്ത് ചേച്ചിക്ക് ഭയങ്കര തിരക്കായിരുന്നു. കുറച്ചേറെ പേരുടെ തുണികൾ തയ്ക്കാനുള്ളത് കൊണ്ട് ധൃതിയിൽ തയ്ക്കുമായിരുന്നു. ഇത് ചേച്ചി തന്നെ വർക്ക് ചെയ്ത് തയ്ച്ചൊരു ബ്രൈഡൽ ബ്ലൗസാണ്. ഇത് 2 വയസ്സുള്ള കുട്ടിയുടെ പാവാടയും ഉടുപ്പുമാണ്. ഉടുപ്പ് കണ്ടു, നല്ല ഭംഗിയിലെ കാണാനായിട്ട്. സ്ലീവ്ലെസ് ആണ്, ബാക്കിൽ കെട്ടൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കളർ കോമ്പിനേഷനും അടിപൊളിയാണ്. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ളൊരു സെറ്റിൻ്റെ പാവാടയും ബ്ലൗസുമാണ്. ബ്ലൗസിൻ്റെ അടിയിൽ മുത്തൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏത് ഡിസൈനും നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുത്ത് അതേപോലെ തയ്ച്ചു തരും. അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ള തയ്യക്കാരിയാണ് കേട്ടോ. വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും പിന്നെ ചേച്ചി സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്, ടീച്ചറാണ്. അപ്പം അവിടുത്തെ കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷമാണ് ഈ തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ബിസിയാണ്. ഇൻസ്റ്റാ വഴിയൊക്കെ ഓരോരുത്തരും ഡ്രസ്സിൻ്റെ മോഡൽ ഫോട്ടോ ഇട്ട് കൊടുക്കാറുണ്ട്. ചേച്ചി അതേപോലെ തന്നെ തയ്ച്ചിട്ട് ആ ഡ്രസ്സ് തിരിച്ച് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയും ചില സമയത്തൊക്കെ ഓർഡർ കിട്ടാറുണ്ട്. അപ്പോഴേക്കും അപ്പച്ചി അവിടുത്തെ 2 തോക്ക് കൊണ്ട് കാണിച്ചു. കൊക്കിനെ വെടിവെക്കുന്നതും പിന്നെ മീനിനെ പിടിക്കുന്നതുമാണ് ഈ 2 തോക്ക്. ജാനിമോളാണെങ്കിൽ അവിടെ എല്ലാം പരതി നടന്ന് ഓരോ കാര്യങ്ങളും എടുക്കുന്നു, നോക്കുന്നു, കളിക്കുന്നു. ആകെ ബഹളമായിരുന്നു. പിന്നെ ചേച്ചി ആരി വർക്ക് ചെയ്യുന്ന ആ റിങ് ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് തോളിലിട്ടുകൊണ്ട് നടക്കുന്നു, കറക്കുന്നു. ആകെ ബഹളമായിരുന്നു അവിടെ പിള്ളേർ 2 പേരും കൂടെ. മിഹാൻ അന്നേരം അവൻ്റെ ഈ സംസാരിക്കുന്ന കളിപ്പാട്ടം എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും അതുമായിട്ടുള്ള സംസാരമായിരുന്നു. നമ്മൾ സംസാരിക്കുന്നത് തന്നെ തിരിച്ച് ഇങ്ങോട്ട് പറയുമ്പം അത് കേൾക്കാൻ ഒരു രസമായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ പുറകെ കുറേ നേരം ഇരുന്നു. അപ്പച്ചിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് സ്ഥലമുണ്ട്. അവിടെയാണ് പട്ടാളത്തിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെൻ്ററുണ്ട് ഇവിടെ. അവർ കുട്ടികളെ കൊണ്ട് ഓടിക്കുന്നത് ഇവിടെയാണ്. അപ്പം കുറച്ചു നേരം അത് നോക്കി നിന്നു ഞങ്ങൾ. അത് കഴിഞ്ഞ് അവിടുത്തെ ചെടികളുടെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കിയപ്പോൾ അധികം ചെടികളൊന്നും ഇല്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ചെടികളായിരുന്നു, നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിരുന്നു അവിടെ. അതിൻ്റെ മെയിൻ കാരണം അവിടുത്തെ ചേട്ടനാണ് ഈ ചെടികളൊക്കെ നോക്കുന്നത്. ഇപ്പം ആൾ സ്ഥലത്തില്ല, ഗൾഫിലാണ്. അതുകൊണ്ട് തന്നെ ചെടികളുടെ കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ്. ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ചെടികളെയൊക്കെ അതേപോലെ നോക്കും. അത് കഴിയുമ്പം ചെടികളെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അവർക്ക് തന്നെ പ്രത്യേക ഒരു സന്തോഷമാണ്, ഒരു ജീവൻ കിട്ടിയ പോലെയാണ്. പിന്നെ ഓർക്കിഡൊക്കെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ പിടിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒന്നും കാണുന്നില്ല. ഇപ്പം അവിടെ കൂടുതലും ഇലച്ചെടികളാണുള്ളത്. പൂക്കൾ ഉണ്ടാകുന്നതൊക്കെ വളരെ കുറവാണ്. രപ്പി പറയുമായിരുന്നു അങ്ങോട്ടൊന്നും പോകില്ല, അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്, കാട് പോലെ ഇരിക്കുന്നു നോക്കിയിട്ടെന്ന്. ഒരുപാട് നേരം അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് കഥയും കളിയും ചിരിയും ഒക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി പോകുന്നത് കൊച്ചന്മാരുടെ വീട്ടിലേക്കാണ്. അവരുടെ 2 പേരുടെയും വീട് അടുത്തടുത്താണ്. അതായത് ഒരു സ്ഥലത്ത് തന്നെയാണ് അപ്പുറം ഇപ്പുറം 2 വീടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ആ ചെറിയ വഴി കയറി വരുമ്പം ഇത് ഒരു കൊച്ചച്ഛൻ്റെ വീട്, ഇത് 2ാമത്തെ കൊച്ചച്ഛൻ്റെ വീട്. ഞങ്ങളെ കണ്ടപ്പം കൊച്ചൻ പെട്ടെന്ന് ചായക്കടയിൽ പോയി കുറേ പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിലേക്ക് വന്നതാണ്. അപ്പം ഇവിടെ കുറേ ചെടികളുണ്ട്. വീട്ടിലേക്ക് വരുന്ന വഴിയുടെ സൈഡിലൊക്കെ ഓർക്കിഡും അതേപോലെ ഈ ചെറിയ വെള്ളപ്പൂ പിടിക്കുന്ന ചെടിയുണ്ടല്ലോ, അതും ഇഷ്ടംപോലെ നട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇത് മണി പ്ലാന്റ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ചെടി, ഇങ്ങനെ പടർന്ന് കിടക്കുന്നു, അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ വീടിന് ചുറ്റും ഇഷ്ടംപോലെ ചെടികളാണ്. ഒരു സമയത്ത് ഇതേപോലത്തെ മുള്ളുള്ള ചെടികൾ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. പിന്നീട് ഇതേപോലെ മുള്ളുള്ള ചെടികൾ വീട്ടിൽ വെക്കുന്നത് നല്ലതല്ല എന്നും പറഞ്ഞ് മിക്കവരും അത് പിഴുത് കളഞ്ഞു. ഇപ്പം ഇങ്ങനത്തെ ചെടികളൊന്നും അങ്ങനെ കാണാനില്ല. അവിടെയും ഞങ്ങൾ കുറേ നേരം ഇരുന്ന് ആൻറ്റിയോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് സന്ധ്യയാകാറായി. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. വീട്ടിലാണെങ്കിൽ ജാനിമോൾ ഫുൾ ടൈം TV കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതേപോലെ ഇറങ്ങുകയാണെങ്കിൽ അവർക്കും കുറച്ച് കളിക്കാനും ചിരിക്കാനും ഓടാനൊക്കെ പറ്റും. അല്ലാതെ വീട്ടിലിരുന്ന് വേറെ കളികളൊന്നുമില്ല, എപ്പോഴും TV മുന്നിലാണ്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചതും. പറഞ്ഞിട്ട് കേൾക്കാതെ 2 പേരും കൂടെ ഭയങ്കര ഓട്ടമായിരുന്നു. ഓടി ഓടി വാവ മറിഞ്ഞു വീണു. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.